നമസ്കാരം. 16ാമത് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ്. വൈകിയ വേളയിൽ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ട്. സമ്മതിദാനാവകാശം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ കാര്യമായിരിക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് അറിയണം, ശ്രദ്ധിക്കണം. മനസ്സിലാക്കിയതിനു ശേഷം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. NDA BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. ഈ മുന്നണിയുടെ പാലക്കാട്ട് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഇവർ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. നടപടി എന്തായി എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. DGP ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്ന പരാതിയെ തുടർന്ന്. അതിന് കുറച്ച് ദിവസം മുമ്പ് ഈ പാലക്കാട് തന്നെ നടന്ന മറ്റൊരു സംഭവമുണ്ട്. ഇവിടെ സംഘപരിവാർ സംഘടനകൾക്ക് അധികാരമൊന്നുമില്ല. ചില പഞ്ചായത്തുകളും അതുപോലെ തന്നെ ചില മുനിസിപ്പാലിറ്റികളും ഒക്കെ അവർ ഭരിക്കുന്നുണ്ട്. അതിലപ്പുറം പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല ഇത്. എന്നാൽ അവർ എല്ലാം ചെയ്യുന്നുണ്ട്. അവർക്കൊരു പ്രശ്നവുമില്ല. മറ്റാരെങ്കിലും ഇവിടെ സംഘപരിവാർ സംഘടനകൾ ചെയ്യുന്നത് പോലെ, അവർ പ്രവർത്തിക്കുന്നത് പോലെ ചെയ്താൽ അവരൊന്നും വീട്ടിൽ കിടന്നുറങ്ങില്ല. പിഷാരടി വോട്ട് ചോദിച്ച് റോട്ടിലിറങ്ങിയപ്പോൾ പിഷാരടിയെ തടഞ്ഞു BJPയുടെ നേതൃത്വത്തിൽ. ഒരു കൗൺസിലറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ഇതൊക്കെ ജനങ്ങൾ ലൈവായി കണ്ടു. പക്ഷെ അവർക്കൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. ഇത് മറ്റാരെങ്കിലും ചെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് നന്നായി ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ആരൊക്കെ ആരോടൊപ്പമാണ് കൂടിയിരിക്കുന്നത് അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വെറുക്കപ്പെട്ടവന്റെ FB പോസ്റ്റ് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അത്ര വോട്ട് ചെയ്യുന്നത്. ആരാണ് ആരിഫ് ഹുസൈൻ? തുടർച്ചയായി വെറുപ്പും മതവിദ്വേഷവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം മാതാവ് മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു പോയിട്ട് പോലും ആ മാതാവിനെ കളിയാക്കിയ ഏറ്റവും വൃത്തികെട്ട ഒരു വ്യക്തി. ഒരിക്കലും ഒരാൾക്കും ഇയാളെ അംഗീകരിക്കാൻ കഴിയില്ല, ഇഷ്ടപ്പെടാൻ കഴിയില്ല. അത്തരത്തിലൊരു വ്യക്തി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാലത്തും ആരും അടുപ്പിക്കാൻ തയ്യാറാകാതിരുന്ന SDP എന്ന് പറയുന്ന പാർട്ടി, ഈ പാർട്ടി ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് കാരായി രാജനെ അറിയില്ല, ഫസലിനെയും അറിയില്ല, ഫസൽ വധത്തെക്കുറിച്ചും അവർക്ക് യാതൊരുവിധ അറിവുമില്ല. SDP നേതാവ് CP ലത്തീഫാണ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരായി രാജനുമായ ഒരു പ്രശ്നവുമില്ല. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് SDP ഒരു കാലത്തും ഇടപെട്ടിട്ടില്ലത്രേ. SDP രൂപീകരിക്കുന്നതിന് മുമ്പാണ് ഫസൽ വധം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാണ് SDP രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ SDP ഇടപെട്ടിട്ടില്ല എന്നാണ് CP ലത്തീഫ് പറയുന്നത്. എന്തൊരു നുണയാണ് ഇദ്ദേഹം പറയുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ SDP ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവരിങ്ങനെ പച്ച നുണ വിളിച്ചു പറയുന്നത്. എന്തായാലും SDP ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം, തീരുമാനിക്കാം. പക്ഷേ ആർക്കാണ് ചെയ്യേണ്ടത്, ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിന്റെ മുൻ DGP TP സെൻകുമാർ അദ്ദേഹം പറയുന്നത് BJPക്ക് സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാലും BJP ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ RSS ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്ന് അദ്ദേഹം വളരെ വൃത്തിയായി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വെറുക്കപ്പെട്ട ചില ആളുകൾ, വെള്ളാപ്പള്ളി നടേശൻ, ആർക്കു വേണ്ടിയാണ്, ആരധികാരത്തിൽ വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? അതുകൂടെ ചിന്തിക്കണം. എന്തായാലും നാളെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള അവസരം. ആ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നീട് കുറ്റബോധം തോന്നിയിട്ടോ അല്ലെങ്കിൽ നഷ്ടബോധം തോന്നിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഒരു ചെറിയ പിഴവ് 5 വർഷം നിങ്ങൾ സഹിക്കേണ്ടി വരും. ഒരു ചെറിയ പിഴവ് നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചാൽ ആ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നന്നായി ചിന്തിക്കുക. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. അതിലപ്പുറം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.